ഹായ് ഹലോ വെൽക്കം ടു മീഡിയഗ്രാം. ബിഗ് ബോസ് സീസൺ 4 ഡേ 6ൻ്റെ റിവ്യൂമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. കുറച്ച് ഒരു തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു ഡേ 6ൽ നമുക്ക് കാണാൻ സാധിച്ചത്. അധികം കലഹങ്ങളെല്ലാം ഒതുങ്ങി. ബിക്കോസ് ലാലേട്ടൻ എത്തുന്നത് കൊണ്ടായിരിക്കാം ഇന്നലെ നമ്മുടെ ലാലേട്ടൻ വന്നു. ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ രാത്രി 9 മണി മുതൽ രാത്രി മൊത്തം അത് ലാലേട്ടൻ്റെ ഷോ മാത്രമായിരുന്നു. ലാലേട്ടനും അതുപോലെ അവനായിട്ട് സംസാരിക്കാൻ മാത്രമാണ് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് 24/7 ഒരു റിവ്യൂമായിട്ട് ഞാനിന്ന് എത്തുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാണാത്ത കാര്യങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുക എന്നാണ് മീഡിയഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം. അതിൻ്റെ ഒരു റിവ്യൂ പറയുക എന്നുള്ളതാണ് മീഡിയഗ്രാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾറെഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡോക്ടർ ജാനകിയുടെ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഡോക്ടർ ജാനകിക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നു. നിനക്ക് കുറേ പോസിറ്റീവ് ഫാൻസ് അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, സോ നീ ഇങ്ങനെയല്ല നിൽക്കണ്ടേ. പക്ഷെ ആ ജാനകിയുടെ ഒരു കൺസെപ്റ്റിൽ ജാനകിക്ക് അതൊരു ഇറിറ്റേറ്റഡ് ആണ്. എല്ലാ ആൾക്കാരും ജാനകിനെ കാണുമ്പോൾ നീ ഒരു പാവല്ലേ, നീ ഒരു കരയുന്ന കുട്ടി, നന്ദനത്തിലെ ക്യാരക്ടർ ആവല്ലേ, ബാലാമണി ആവല്ലേ എന്നൊക്കെയാണ് ശാലിനിനെ കാണുന്ന എല്ലാ ആൾക്കാരും പറയുന്നത്. ശാലിനി തന്നെ ഓൾറെഡി പറയുന്നുണ്ട് ഞാനൊരു സെൻസിറ്റീവ് പേഴ്സണാണ്. പക്ഷേ ശാലിനി ഇപ്പോൾ പറയുന്നത് ഞാൻ സെൻസിറ്റീവ് ആണെങ്കിലും എനിക്ക് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, ഞാൻ ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ കാണാൻ പറ്റില്ല. പക്ഷേ ശാലിനിയും ഗെയിം സ്ട്രാറ്റജിയിലേക്ക് കിടന്ന് തുടങ്ങി. അത് നമ്മുടെ നവീൻ അറക്കലുമായിട്ട്, നവീൻ ക്യാപ്റ്റനാണ് ഈ ആഴ്ചത്തെ, ആ ക്യാപ്റ്റൻ്റെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ റൂം ക്ലീൻ ചെയ്യലൊക്കെയാണ് ശാലിനിക്ക് ഈ ആഴ്ച മൊത്തം ഡ്യൂട്ടി. അപ്പോൾ നവീനായിട്ടൊരു ചർച്ച അല്ലെങ്കിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള സ്ത്രീ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കയറി പിടിച്ച ആളുകൾ മുഖത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ് ശാലിനി, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ദേഷ്യക്കാരിയാണ് ശാലിനി എന്ന് ശാലിനി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വന്ന സമയത്ത് ശാലിനി ഒരു പാവാണ്, ഞാൻ സെൻസിറ്റീവാണ്, ഞാൻ കരയും, ഞാൻ ഒരു നാടൻ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ശാലിനി അത് മാറ്റി പറയുകയാണ്. അറിയില്ല, വാട്ടെവർ. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ശാലിനി പറഞ്ഞു ഞാൻ അങ്ങനെയല്ല, ഓക്കെ താങ്ക് യു. ഡോക്ടർ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഡോക്ടർ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കഴിഞ്ഞാൽ നമ്മുടെ ധന്യ കുക്കിംഗ് ടീമാണ്. അപ്പോൾ ധന്യ, ജാനകി ഇവരൊക്കെ അവിടെ തന്നെയുണ്ട്. കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലേക്ക് നമ്മുടെ ലക്ഷ്മിപ്രിയ എത്തുന്നു. ലക്ഷ്മിപ്രിയയ്ക്ക് കുക്കിംഗ് വേണ്ട, എനിക്ക് ഈ ആഴ്ച കുക്കിംഗ് തരരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടേക്ക് ലക്ഷ്മിപ്രിയ കുക്കിങ്ങിനോടത്തേക്ക് വരികയാണ്. അതെന്തിനാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ കുക്ക് ചെയ്ത് എന്തോ ഉപ്മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരാവശ്യമില്ലാത്ത ഒരു ഇൻട്രാക്ഷൻ നമ്മുടെ ലക്ഷ്മിപ്രിയ ധന്യയോട് പറയണം, വെള്ളം ഒഴുക്കി, റവ ചൂടാക്കിയിട്ടല്ലേ ഇട്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ധന്യ ഒരു മറുപടി പറയുന്നു. ജാനകിയൊക്കെ കേൾക്കുന്നുണ്ട്. ധന്യ അപ്പുറത്ത് ജാനകി, ഇപ്പുറത്ത് ലക്ഷ്മിപ്രിയ വെള്ളം ഒഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഗ്ലാസ് എടുത്ത് പിടിച്ചപ്പോൾ ധന്യ കൈ പിടിച്ചിട്ട് വേണ്ട ചേച്ചി ഞാൻ ഒഴിച്ചോളാം, ഞങ്ങൾക്കറിയാം, മുഖത്തടിച്ചോണം ലക്ഷ്മിപ്രിയോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിപ്രിയ ഓക്കെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഓൾറെഡി എനിക്ക് താല്പര്യമില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടുന്ന് മാറ്റണം, എനിക്ക് കുക്കിംഗ് വേണ്ട. കഴിഞ്ഞൊരു ദിവസം ലക്ഷ്മിപ്രിയ ഞാൻ പാചകം ചെയ്തു അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് അത് സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തിനാണ് കുട്ടി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ആണ് കുക്കിംഗ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ലക്ഷ്മിപ്രിയ കിച്ചൻ്റെ ആ ഒരു പരിസരത്ത് തന്നെ ഇപ്പോൾ വന്ന് നിന്ന് കൈയിട്ട് ഇളക്കി നിൽക്കണേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ലക്ഷ്മിപ്രിയ പോകുമ്പോൾ ധന്യ പറയും ഇനിയിപ്പോൾ ആ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞു. ആ പെണ്ണുമ്പിള്ള പറഞ്ഞു കേട്ട് വെള്ളം ഒഴിച്ച് കൊളാക്കിയിട്ട് എല്ലാവരും എൻ്റെ മെക്കിട്ട് അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ട് കയറണം എന്ന് ധന്യ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ലക്ഷ്മിപ്രിയ ഒരു ക്രൂക്കഡൻ സ്ട്രാറ്റജിയിൽ കളിക്കുന്ന ഒരാളാണെന്ന് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി. അതാണ് ആരും ലക്ഷ്മിപ്രിയനെ അടുപ്പിക്കാത്തതും കോർണർ ചെയ്യുന്നതും. ആളെ ബോധപൂർവം ആളെ അറിയിച്ചുകൊണ്ട് ആരും കോർണർ ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ലക്ഷ്മിപ്രിയ കോർണർ ചെയ്യപ്പെടുകയാണ് ഇവിടെ. അത് ഇന്നലെ വളരെ വ്യക്തമായിട്ട് ധന്യ ജാനകിയോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് വീണ്ടും ലക്ഷ്മിപ്രിയ അവിടെ വന്നു. ഓൾറെഡി ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞ് പൊക്കോളം പറഞ്ഞു. വീണ്ടും അഭിപ്രായം പറഞ്ഞപ്പോൾ ജാനകി ഒരു കട്ട ഡയലോഗ് പറഞ്ഞു.
അപ്പോൾ അത് ലക്ഷ്മിപ്രിയയ്ക്ക് മുഖത്തടിച്ചോണായി. ലക്ഷ്മിപ്രിയ അവിടെ നൈസായിട്ട് ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് പോവുകയാണ്. താങ്കളുടെ ഡ്യൂട്ടിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്, ക്ലീനിങ് ആണ് ഡ്യൂട്ടി. അപ്പോൾ ബാത്റൂമിൽ പോയി അവിടെ സുചിത്രയോട് ശാലിനിയോട് അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ഇങ്ങനെ പറയായിരുന്നു, സങ്കടം പറയലായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ജാനകി എടുത്തു വഴിക്ക് എൻ്റെ മുഖത്തടിച്ചോണ്ട് സംസാരിച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നു. സുചിത്ര പറയാണ്, ചേച്ചി എന്തിനാണ് അവിടേക്ക് പോകുന്നത്? ചേച്ചിക്ക് പറഞ്ഞ ഡ്യൂട്ടിയാണെങ്കിൽ ചേച്ചി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഒരു സുചിത്രയും ഒരു ഉപദേശം കൊടുത്തു. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ ഒരു ഫേസ് അവിടെ തീർന്നു. ആദ്യം ഒരു ആഴ്ച അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം നമുക്ക് കാണാൻ സാധിച്ചു ലക്ഷ്മിപ്രിയയുടെ ഒരു ഭരിക്കലും അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെ ഒരു സ്വരം കണ്ടിരുന്നു ലക്ഷ്മിപ്രിയയിൽ. അത് ഇപ്പോൾ തീർന്നു. ഈ ഒരാഴ്ച കൊണ്ട് എല്ലാവരും തീർത്തു കൊടുത്തു. ഇപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു റോളില്ല. ലാലേട്ടൻ വന്നിട്ട് ലക്ഷ്മിപ്രിയയോട് അങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചു. അതിലേക്ക് നമുക്ക് കിടക്കാം. വാട്ടെവർ. ഇന്നലെ ഒരു കാര്യം പറയാം, ഇന്നലെ രാത്രി 9 മണി മുതൽ എൻ്റെ കൂടെ ലൈവ് ഇരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും ഉള്ള ദിവസങ്ങളിൽ ലൈവ് പ്രതീക്ഷിക്കാം. ലൈവ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വരിക. എല്ലാ വീഡിയോസിനും റിവ്യൂ ഉണ്ടാവും. അതിലുപരി ഒരു ലൈവ് റിവ്യൂവും ഇന്ന് രാത്രി ഞായറാഴ്ച ഇന്ന് രാത്രി 9 മണിക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. സോ ഇന്നലെ തന്ന അതേ സപ്പോർട്ട് എനിക്കിന്നും വേണം. നിങ്ങളുടെ വിലയേറെ കമൻറ്റുകളാണ് ഞങ്ങളുടെ ഊർജ്ജം. സോ എല്ലാ വീഡിയോസിനും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നലെ കഴിഞ്ഞ ഒരു ബിഗ് ബോസ് പ്ലസ്സിൽ നമുക്ക് കാണാൻ സാധിച്ചു ധന്യയുടെ ഒരു സ്റ്റോറി, കടം കയറി ആത്മഹത്യ ചെയ്യാൻ നോക്കി. അത് തന്നെ ഇന്നലെയും പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ. എന്നിട്ട് ധന്യയുടെ സ്റ്റോറി റിയലാണ്, ന്യൂസിലൊക്കെ വന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ധന്യ ഇങ്ങനെ വിഷമിക്കുമ്പോൾ എല്ലാ ഗേൾസും കൂടി വന്ന് എല്ലാ സ്ത്രീകളും വന്ന ഒരു ഗ്രൂപ്പ് ഹഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. അതൊരു നല്ലൊരു സീനായിരുന്നു ഇന്നലെ നടന്നതിൽ. അതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റിവ്യൂവിൽ നിങ്ങളുടെ മുമ്പിലായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡോക്ടർ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നു. ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ക്യാമറ മുമ്പിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ബിഗ് ബോസിൽ കൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ഇതൊരു ഗെയിമാണ്. എൻ്റെ ഗെയിം സ്ട്രാറ്റജി കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഗെയിം കളിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ആരും ഒരിക്കലും ഇവിടെ പലരും പേഴ്സണലായിട്ട് എടുക്കുന്നു. പക്ഷെ ഞാനിതല്ല, ഞാൻ ഒരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ നമ്മുടെ ഡോക്ടർ ക്യാമറയുടെ മുമ്പിൽ നമ്മളോട് സംസാരിക്കാൻ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. അതും ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നമ്മുടെ ലക്ഷ്മിപ്രിയയാണ് ആ സ്ട്രാറ്റജി ആദ്യം എടുത്തത്. ലക്ഷ്മിപ്രിയ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് സങ്കടം പറച്ചിലും കരച്ചിലും ഇതൊക്കെ 24/7 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ 24/7 നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാൻ സാധിക്കും. കട്ടിങ് ഇല്ല, എഡിറ്റിംഗ് ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ നമ്മളെ സോപ്പ് ചെയ്യാനും ഷുഗർ കോട്ട് ചെയ്യാനും കുറേ കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. പിന്നെ കണ്ടന്റ് ആണല്ലോ മെയിൻ. സോ ആ കണ്ടന്റിന് വേണ്ടി പലരും പല കളികളും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രസകരമാണ്. പക്ഷേ എനിക്ക് ഒരാഴ്ച ഇന്നലെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അധികമൊന്നും പറഞ്ഞില്ല. അതിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നമുക്ക് ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ കാര്യം റിവ്യൂലേക്ക് വരാം. അടുത്തത് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ നമ്മുടെ അശ്വിനായിരുന്നു. അശ്വിനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവായിട്ട് ഒരു കംപ്ലയിൻറ്റ് ബോക്സിൽ എഴുതി, ഒന്നെങ്കിൽ നിങ്ങളുടെ പേര് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പേര് എഴുതാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു. എല്ലാവരും പുറത്തു പോയി ഒരു കംപ്ലയിൻറ്റ് ബോക്സിൽ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അതിലിട്ടു. എന്നാൽ ബിഗ് ബോസ് അത് വായിക്കാനായിട്ട് ഞാൻ വിചാരിച്ചു, നമ്മൾ സാധാരണ ടീച്ചർമാരുടെ പറ്റി അഭിപ്രായം എഴുതാൻ പറയുമ്പോൾ പേര് എഴുതാൻ നമ്മൾ സകല കുറ്റങ്ങളും അല്ലാതെ എഴുതി പേര് എല്ലാവരും മടക്കി കൊടുക്കും. പക്ഷേ ഇവിടെ ബിഗ് ബോസ് അത് ടീച്ചർമാരും നമ്മുടെ മുമ്പിൽ വെച്ച് വായിക്കാറൊന്നുമില്ല. പക്ഷേ ഇവിടെ ബിഗ് ബോസ് എന്ത് ചെയ്തു, ആ കംപ്ലയിൻറ്റ് ബോക്സ് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഓരോരുത്തർ വന്നിട്ട് റാൻഡം ലെറ്റേഴ്സ്, അവരവരുടെ ലെറ്ററല്ല, ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഓരോ മുകളിലായിട്ടിരിക്കുന്ന ഓരോ ലെറ്റർ എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു. രസകരമെന്ന് പറയട്ടെ, എഴുതിയ ലെറ്ററൊന്നും ആർക്കും വായിക്കാൻ പറ്റുന്നില്ല, ഫുൾ അക്ഷരത്തെറ്റായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതിയത് വായിക്കുമ്പോൾ നവീന് എടുത്ത ലെറ്റർ എഴുതി വായിക്കുമ്പോൾ ലക്ഷ്മിപ്രിയ അവിടെ നിന്ന് നെറേറ്റ് ചെയ്യാണ്, ഞാൻ ഇതല്ല എഴുതി, ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, ഇങ്ങനെ വായിക്കൂ. പിന്നെ എഴുതിയ ആൾക്കാർ തന്നെ വായിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്ന് നിന്ന് പറഞ്ഞ് ഇതിങ്ങനെ വായിക്കണ്ടേ, ഞാൻ വായിക്കാം എന്നൊക്കെ പറയുമ്പോൾ പേര് എഴുതണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ആരൊക്കെയാണ് എഴുതിയത്, എന്തൊക്കെ എഴുതിയെന്ന് നമുക്കത് വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റി. അപ്പോൾ ബിഗ് ബോസ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അവരെന്താണ് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ
നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അത് അവരുടെ കഴിവുകേടാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളം അറിയാത്ത വ്യക്തികളെയാണ് ബിഗ് ബോസ് മലയാളത്തിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത സീസണെങ്കിലും കുറച്ച് മലയാളം വായിക്കാനും എഴുതാനും, അറ്റ്ലീസ്റ്റ് അക്ഷരത്തെറ്റായാലും വായിക്കാൻ, അക്ഷരം തെറ്റാതെ വായിക്കാൻ പറ്റുന്നവരെങ്കിലും ദയവ് ചെയ്ത് അടുത്ത ബിഗ് ബോസ് സീസണിലെ കണ്ടസ്റ്റൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുക. എനിക്ക് ആ കാര്യത്തിൽ ഡോക്ടറൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആൾ 8 മാസം ലീവ് എടുത്തിട്ടെങ്കിലും അത് ബിഗ് ബോസ് കാണാൻ മാത്രമല്ല മലയാളം പഠിക്കാനും കൂടിയാണ് ആൾ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഡോക്ടറോട് എത്തിയിരിക്കുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഡോക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. രസകരമായ കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പിന്നീട് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ലക്ഷ്മിപ്രിയ അതുപോലെ സുചിത്രയും തമ്മിലൊരു ചർച്ച ധന്യീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ലക്ഷ്മിപ്രിയ കുക്കിങ്ങിൽ നിന്ന് മാറി, സങ്കടം പറച്ചിൽ തന്നെ എല്ലാവരുടെ അടുത്തും. ഇപ്പോൾ സുചിത്രയാണ് ലക്ഷ്മിപ്രിയയുടെ ഒരു കൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സെയിം കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണല്ലോ, സെയിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ. കാരണം വേറെ ആൾക്കാരായിട്ട് എന്തായാലും ജാസ്മിൻ, നിമിഷ, ഈ ജാനകി, ഡേസി ഇവരുടെ കാറ്റഗറിയിലേക്ക് ഒരിക്കലും ലക്ഷ്മിപ്രിയയ്ക്ക് പോകാൻ പറ്റില്ല. അവർ ഓൾറെഡി എഴുതി തള്ളിയതാണ് ലക്ഷ്മിപ്രിയനെ, കുലസ്ത്രീ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയതാണ്. അവരുടെ ആ ഒരു യൂത്ത് ഒരു ചിന്താഗതിയിലേക്ക് ലക്ഷ്മിപ്രിയയ്ക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ലക്ഷ്മിപ്രിയനെ അവർ എഴുതി തള്ളി. അപ്പോൾ ഒരിക്കലും ലക്ഷ്മിപ്രിയയ്ക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കൂട്ട് സെയിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന കാരണം കൂടുതൽ അറിയാവുന്ന കാരണം സുചിത്രയും ധന്യയുടെ അടുത്താണ് കൂടുതലും ലക്ഷ്മിപ്രിയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ ശാലിനിയും. ഈ ഒരു ഗ്യാങ്ങാണ് ഇപ്പോൾ ലക്ഷ്മിക്കുള്ളത്. ഗ്യാങ് അല്ല, ലക്ഷ്മിയോട് ഇച്ചിരി അടുത്ത് പെരുമാറുന്ന ആൾക്കാർ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ധന്യ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാണ് ഇടപെടുന്നത്, ചേച്ചി ഇടപെടേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. നമുക്ക് കാണാൻ സാധിച്ചത് ജാനകിയുടെ ഒരു പൊട്ടിത്തെറിയായിരുന്നു. പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കുന്ന കാര്യത്തിൽ ഒരു കൺട്രോളാണ്. ബിക്കോസ് ഓൾറെഡി റേഷൻ കഴിഞ്ഞു. ഇനി അടുത്തൊരാഴ്ച എങ്ങനെ പോകണം എന്നുള്ള കാര്യം അറിയില്ല. അതിൽ കുറേ ലക്ഷറി പോയിൻ്റൊക്കെ കട്ടായി പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അതും ഒരു തെറ്റായ രീതിയിലുള്ള സാധനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച അവർ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ റേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ്, വളരെ കൺട്രോൾ ചെയ്താണ് ഫുഡ് കുക്ക് ചെയ്യുന്നതെന്ന് ജാനകിയും ധന്യയും പറയുന്നുണ്ട്. അപ്പോൾ ജാനകി ക്യാപ്റ്റനെ വിളിച്ച് വരുത്തി, ഇവിടെ തക്കാളി ഇല്ല, മറ്റേതില്ല, നമ്മുടെ ക്യാപ്റ്റൻ നവീൻ വന്ന് പറയുന്നു, നിങ്ങൾ ഭക്ഷണം എടുക്കുന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടീമിനോട് പറഞ്ഞിട്ട് ഒരേപോലെ ഒരേ അളവിൽ മറ്റുള്ളവർക്ക് കൂടി കഴിക്കണം എന്ന് ആലോചിച്ചിട്ട് ഓർത്തിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. നവീൻ്റെ ഒരു ക്യാപ്റ്റൻസി ഒരു നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്യാപ്റ്റൻ എന്ന് നമ്മൾ കാണുമ്പോൾ ഒരു കടൽ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു കപ്പലിൻ്റെ കപ്പിത്താനാണ്. ആ ഒരു കപ്പൽ വിശാലമായ കടലിൽ ഒഴുകി നടക്കുന്ന കപ്പലിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ ഓർഡർ ചെയ്യുന്ന പോലെ ആയിരിക്കും ബാക്കി എല്ലാവരും. ആ അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ജീവനക്കാർ മൊത്തം അനുസരിക്കുന്ന ആ ക്യാപ്റ്റൻ്റെ ഓർഡറിലായിരിക്കും. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ എന്നൊരു പദവി ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ പറയുന്ന പോലെ കാര്യങ്ങൾ നീങ്ങണം. അത് അശ്വിന് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അശ്വിൻ ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റനായി, ആളെ കൊണ്ട് പറ്റുന്ന ആളെ ശരീരം ആളെ നേച്ചറിനും പറ്റിയ ഒരു ക്യാപ്റ്റൻസി നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ നവീൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഒരു ക്യാപ്റ്റനായിട്ട് സങ്കല്പിക്കാനും ഓൾറെഡി എല്ലാവരും മൈൻഡിലുണ്ട്. ഒരു ബോൾഡ്, ഒരു ടഫ് ക്യാരക്ടറാണ് നവീൻ്റെ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ക്യാപ്റ്റൻസിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നവീൻ ഭയങ്കര ബോൾഡായിട്ട് ഇനി ആരെങ്കിലും ഭക്ഷണം എടുക്കുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് കഴിക്കാനും കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് നവീൻ അങ്ങനെ ക്യാപ്റ്റൻ്റെ ഒരു കൽപ്പന തന്നെയായിരുന്നു. അത് മികച്ച ഒരു തീരുമാനം. അത് ജാനകിയും പറയുന്നുണ്ട്, ഇത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. ജാനകി അവിടെ എൻ്റെ സ്വന്തം വീട്ടിലെ പെരുമാറുന്ന പോലെയാണ് അവിടെ പെരുമാറുന്നത്. കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നതും മറ്റുള്ളവർ പെരുമാറുന്നതും ഒക്കെ ഒരു നല്ല രീതിക്കാണ് ജാനകി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുണ്ടാവുക എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ലാലേട്ടൻ, അതായത് ഇന്ന് രാത്രി ലാലേട്ടൻ വരും. 16 പേരും നോമിനേറ്റഡ് ആണ്. അപ്പോൾ ഈ 16 പേരോടും ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിക്കുക, ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് മാത്രം കയ്യിൽ വയ്ക്കുക,
ബാക്കി എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് തീരുമാനിക്കാം ഒരാൾ എന്തായാലും ഉറപ്പായും പുറത്ത് പോകും എന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നു. നമ്മുടെ റോൺസിനാണെങ്കിൽ എല്ലാവർക്കും ഷെയ്ക്കിൻ്റെ കൊടുക്കുന്നു. ഞാൻ ഈ ആഴ്ച പോകും, അപ്പോൾ ഇനി യാത്ര പറയാൻ പറ്റില്ല, സോ ഇപ്പോൾ തന്നെ ഞാൻ യാത്ര പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്ത് ഷെയ്ക്കിൻ്റെ കൊടുത്ത് നടക്കുന്നു. റോൺസൺ ഒരു നല്ലൊരു പ്ലെയറാണ്, പക്ഷേ ഭയങ്കര ഒരു പാവമായിട്ട് പോകുന്നുണ്ടോ എനിക്കറിയില്ല. ബിക്കോസ് ആൾക്ക് ഓൾറെഡി ഒരു ഫുഡ് പോയ്സണൊക്കെ അടിച്ച് വയ്യാതിരിക്കുന്നൊരവസ്ഥയിലാണ് റോൺസൺ ഇപ്പോൾ ഇരിക്കുന്നത്. ആ കാര്യത്തിൽ ഇച്ചിരി സഹതാപമുണ്ട് എനിക്ക് റോൺസനോട്. എന്നാലും രസമായിരുന്നു ഇന്നലെ. റോൺസൺ ഒരു തമാശ രീതിയിലാണ് കേട്ടോ, അല്ലാണ്ട് സീരിയസ് ആയിട്ടുള്ളതല്ല. സീരിയസ് ആണെങ്കിൽ അതൊരു തമാശ രീതിയിലാണ് എടുക്കാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡേസി ഡേവിഡും സൂരജിനൊരു സമ്മാനം കൊടുത്തു. ഇപ്പോൾ സൂരജ് പോകണതിൽ വിഷമമാണെന്ന് വെച്ചിട്ട് ഡേസിയുടെ ഒരു പാൻറ് ഇട്ട് കൊടുത്തു. ആ പാൻറ്റാണെങ്കിൽ സൂരജിന് അങ്ങനെ തന്നെ മൂടാനുള്ളൊരു പാൻറ് ഉണ്ട്. അതിങ്ങനെ മടക്കി വെച്ച് ചിരിക്കലും കളിക്കലും അത് രസകരമായിരുന്നു ഇന്നലെ. അപ്പം ഇന്നലെ ഒരു കലുഷിതമായിട്ടുള്ളൊരു രംഗം കാണാൻ സാധിച്ചിട്ടില്ല. കലുഷിതമായ രംഗങ്ങൾ ഇന്നുണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇത് ഡേ 6 ആയിട്ടുള്ളൂ, ഡേ 7 ഇന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞു, ബാഗ് പാക്ക് ചെയ്തു, അവിടെ സംസാരവും ചർച്ചകളൊക്കെ ആയി. പിന്നെയുള്ള 24/7 ലൈവ് ടെലികാസ്റ്റിംഗ് അവിടെ കട്ടായി. പിന്നെയുള്ളത് ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണ്, അല്ലെങ്കിൽ ആ ഒരു ടെലികാസ്റ്റാണ് പിന്നെ കാണാൻ സാധിച്ചത്. ലാലേട്ടൻ വന്നിട്ട് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുള്ള ഒരു ടെലികാസ്റ്റ്, ആ ഒരു ഷോ ആയിരുന്നു. ലാലേട്ടൻ അവരോട് സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ലാലേട്ടൻ വന്നു, എല്ലാവരും വിശേഷങ്ങൾ തിരക്കി. നമ്മൾക്ക് പ്രതീക്ഷിച്ച ഒരു ദേഷ്യത്തിലായിരിക്കും ലാലേട്ടൻ വരിക. ഫസ്റ്റ് വീക്ക് തന്നെ കുറേ മോശകരമായ ഒരു പ്രവൃത്തികൾ അവിടെ കണ്ടു, കുറേ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഒരു ദേഷ്യപ്പെട്ടിട്ടായിരിക്കും ലാലേട്ടൻ വരിക, കുറേ കാര്യങ്ങൾ പറയും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മുടെ ലാലേട്ടൻ ഒരു സിമ്പിൾ ചിരിയായിട്ട് വന്നു. ഹാപ്പി മൂഡിലായിരുന്നു നമ്മുടെ ലാലേട്ടൻ. വന്നു, വിശേഷങ്ങളൊക്കെ തിരക്കി, ഓരോരുത്തരോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ലക്ഷ്മിയോട് ഓൾറെഡി ചോദിച്ചു, എന്താണ് ലക്ഷ്മിയുടെ സങ്കടങ്ങൾ, കുറേ സങ്കടങ്ങളുണ്ടല്ലോ എന്നൊക്കെ സംസാരിച്ചു. അത് സൂരജിനോടാണ് ആദ്യം ചോദിച്ചത്. അങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു. ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്തിനാണ് ഇത്ര ദേഷ്യം, എന്തിനാണ് ആവശ്യമില്ലാത്ത ആൾ ഗെയിം കളിച്ചതല്ലേ. അപ്പോൾ ജാസ്മിന് മനസ്സിലായി ലാലേട്ടൻ പറഞ്ഞപ്പോൾ. ഡോക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനിത് എൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ്, ഞാൻ 100 ദിവസം നിൽക്കാൻ വന്നൊരു കണ്ടസ്റ്റൻ്റാണ്, സോ ഇതെൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാവരുടെ വിശേഷങ്ങളും തിരക്കി. നവീൻ്റെ അടുത്ത് ക്യാപ്റ്റൻസി എങ്ങനെ പോകുന്നു, പിന്നെ അഖിൽ എന്ന മടിയനാണോ എന്നൊക്കെ വിശേഷങ്ങൾ സാധാരണ വീട്ടുകാരോട് ചോദിക്കുന്ന വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മുടെ ലാലേട്ടൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നീട് ഇതിൽ ആർക്കൊക്കെ മലയാളം അറിയാം എന്ന് ചോദിച്ചു. ആദ്യം തന്നെ നമ്മുടെ നവീനും നിമിഷ, ജാനകി ഇവരൊക്കെ കൈ പൊന്തിച്ചു. ഈ മലയാളം അറിയുന്ന ആൾക്കാരെ കൊണ്ട് മലയാളം അറിയുമോ എന്നുള്ള ചെക്കിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആയിരുന്നു ലാലേട്ടൻ കൊടുത്തത്. ലാലേട്ടൻ പറഞ്ഞു സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു ബോർഡ് ഉണ്ട്, ഒരു സാധനം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബ്ലിസ്സിൽ ഓടി പോയിട്ട് ആ ബോർഡ് എടുത്തുകൊണ്ടുവന്ന് വെച്ചു. ആദ്യം തന്നെ കൈപ്പൊക്കിയ നമ്മുടെ നവീനോട് എഴുതാൻ പറഞ്ഞു, മൃത്യുഞ്ജനം അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു. അത് നവീൻ തെറ്റാതെ എഴുതി, നല്ലൊരു കാര്യം. പക്ഷേ ഈ നവീൻ തന്നെ ഒരു വട്ടം ടാസ്ക് കൊടുത്തപ്പോൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടായി, വായിച്ചിട്ട് കിട്ടുന്നില്ല, ഒരു ഫ്ലോ അല്ലെങ്കിൽ തെറ്റായിരുന്നു വായിക്കുന്നതൊക്കെ. അപ്പോൾ നവീനോട് ബിഗ് ബോസ് പുറത്ത് പോയിട്ട് ലക്ഷ്മിപ്രിയയോട് വരാൻ പറയുകയും, അതുകൊണ്ടാണ് നവീന് അന്നത്തെ ഒരു ദിവസം മൊത്തം മൂഡ് ഓഫ് ആയിരുന്നു. ആൾ ഇച്ചിരി ഡിപ്രഷൻ അടിച്ചിട്ടാണ് അന്ന് നടന്നത്. ബിഗ് ബോസ് എന്നെ മാറ്റി ലക്ഷ്മിയോട് വരാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ടാണോ എന്നൊരു ദിവസത്തേനും നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത ഒരു സീസണെങ്കിലും ഒരു മലയാളം അറിയുന്ന ഒരു കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം, അറ്റ്ലീസ്റ്റ് വായിക്കാൻ അറിയുന്നെങ്കിലും. അതിന് കൈവന്നിച്ച് നമ്മുടെ നിമിഷയായിരുന്നു. നിമിഷയോട് ഋതുരാഷ്ട്രനെ പറ്റി ഇതൊക്കെ ഇന്നലെ ഞാൻ ലൈവിൽ സംസാരിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് ലൈവ് ശ്രദ്ധിക്കുകയും ലാലേട്ടൻ പറയുന്നതും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ്. നമുക്ക് കാണാൻ സാധിക്കില്ല ബിക്കോസ് അത് കാണിച്ചു തരാൻ നമുക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ ബൈ റൂളിൽ നമുക്കത് പ്രശ്നമുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അത് മനസ്സിലാക്കുക. ഇനി വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ലൈവ് ഉണ്ടാകും. ലൈവ് എന്ന് പറഞ്ഞാൽ അന്ന് കാണിക്കുന്ന എപ്പിസോഡിൻ്റെ ലൈവ് നിങ്ങൾക്ക് കേൾക്കാം, അതോടൊപ്പം ലൈവ് റിവ്യൂ ഉണ്ടാവും.
അതാണ് നമ്മൾ ഇനി പുതിയതായിട്ട് മീഡിയഗ്രാമിൻ്റെ ഒരു ന്യൂ ഫേസ് അല്ലെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ലൈവ് ഇൻട്രാക്ഷൻ. ഇനി വരുന്ന നാളുകളിൽ മീഡിയഗ്രാമിൽ ഇനിയും ലൈവ് ഇൻട്രാക്ഷൻ നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ചു കൊണ്ടായിരിക്കും നമ്മുടെ ലൈവ് പോവുക. അതിനൊക്കെ അപ്ഡേറ്റുകൾ ഇനി വരുന്നതായിരിക്കും. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ലാലേട്ടൻ ഇവരെ കൊണ്ട് മലയാളം പഠിപ്പിക്കാനായിട്ടൊരു ബോർഡ് ഇവർക്ക് സ്പോൺസർ ചെയ്തു. അല്ലെങ്കിൽ ഇന്ന് മുതൽ അവർക്ക് മലയാളം ബോർഡ് ആ വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും കാലത്തൊരു 10-15 മിനിറ്റ് ഒരു മലയാളം ക്ലാസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ലാലേട്ടൻ എടുത്തു പറഞ്ഞു, മലയാളിയല്ലാത്ത അപർണ മൾബറിക്ക് നിങ്ങളെക്കാൾ ഭംഗിയായി മലയാളം അറിയാം. അതുപോലെ നമ്മുടെ ബ്ലസ്സിൽ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബ്ലസ്സിലേക്ക് മലയാളം അറിയാം. അല്ലെങ്കിൽ ഋതരാഷ്ട്രർ എന്ന് പറയുന്ന വാക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. എനിക്കറിയാം, തികച്ചറിയാം, എനിക്ക് പാണ്ഡിത്യമുണ്ട് എന്ന് പറഞ്ഞ ലക്ഷ്മിപ്രിയ വരെ തെറ്റിച്ചു. അവിടെ ബ്ലസ്സിലെയാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞു. എല്ലാ പ്രതീക്ഷയും ബ്ലസ്സിലിനെ പറ്റിയുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിചാരം അത് നീ ഇവിടെ മാറ്റിമറിച്ചു. അപ്പോൾ അതൊരു അപ്രിസിയേഷനാണ് ലാലേട്ടൻ ബ്ലസ്സിക്ക് കൊടുത്തത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു 3 എല്ലാ കണ്ടസ്റ്റൻസിനും പേര് എഴുതിക്കൊണ്ട് ഒരു ബോർഡ്, അതിൽ ഓരോ ആരമാർക്കായിരുന്നു. അത് ഓരോരുത്തരെ വിളിച്ച് ആ പറയുന്ന ആളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ നേച്ചർ എന്താണ്, അതും വളരെ രസകരമായിരുന്നു. കുറേ മുഖം മൂടി അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അറിയണം ഞാൻ ഇതാണ്, എന്നെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇതാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വീക്കിൽ തന്നെ ലാലേട്ടൻ അങ്ങനെ ഒരു ടാസ്ക് കൊണ്ടുവന്നത്. അങ്ങനെ അതും കഴിഞ്ഞു, ആ ടാസ്ക് ചെയ്തു, എല്ലാം ചെയ്തു. നമ്മുടെ ജാസ്മിനാണ് ഡോക്ടർക്ക് 2 പട്ടം കൊടുത്തത്. ഒരു മുഖംമൂടിയും തന്ത്രശാലിയും എന്നൊരു ക്യാരക്ടറാണ് ജാസ്മിൻ ഡോക്ടർക്ക് കൊടുത്തത്. ഇപ്പോഴും ജാസ്മിന് ഡോക്ടറോടുള്ള ഒരു ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല. അറിയില്ല എന്തുണ്ടാവുക എന്നുള്ള കാര്യം. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ളവരിൽ ഒന്ന് ഡോക്ടറും ജാസ്മിനും ഡെയ്സി ഇവരൊക്കെ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ഒരു ഗെയിം മൂഡിലോട്ട് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എലിമിനേഷൻ 16 കണ്ടസ്റ്റൻസിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അതിൽ സേഫ് ആയിട്ടുള്ളത് 5 പേർ. ഓൾറെഡി നമ്മുടെ അശ്വിൻ സേഫാണ്. അത് കഴിഞ്ഞ് 5 പേരുടെ പേര് വിളിച്ചു. സൂരജ്, സുചിത്ര, ഡെയ്സി, ദിൽഷ, ഇവരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 6 പേര് ഇപ്പോൾ സേഫ് സോണിലാണ്. പിന്നെ ലാലേട്ടൻ പറഞ്ഞു അകത്ത് സ്റ്റോർ റൂമിൽ പോയിട്ടൊരു ബോക്സ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. നമ്മുടെ സൂരജാണ് എഴുന്നേറ്റ് ഓടിച്ചാടിപ്പോയിട്ട് അത് എടുക്കാൻ നോക്കിയത്. അത് ഇത്തിരി വലുതായിരുന്നു. ലാലേട്ടൻ പറഞ്ഞു സൂരജിന് പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാലും നിരുത്സാഹപ്പെടുത്തിയില്ല, പോയി എടുക്കാൻ പറഞ്ഞു. സൂരജ് വന്നപ്പോൾ സൂരജ് പറഞ്ഞു എനിക്കിത് പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്ലസ്ലിയും റോൺസിനും വന്നിട്ട് 2 പേർക്ക് എടുക്കാനുള്ള ഒരു വലിയൊരു ബോക്സ് ആയിരുന്നു, ഗ്ലാസ് ബോക്സ് ആയിരുന്നു. ആ ബോക്സിനകത്താണ് നമ്മുടെ ഈ ആഴ്ചയിലത്തെ എലിമിനേറ്റ് ആകുന്ന കണ്ടസ്റ്റൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താക്കോൽ നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിലാണ്. ഇന്ന് ഈ ഞായറാഴ്ച വരുമ്പോഴാണ് ആരാണ് പുറത്തു പോവുക എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വീക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ അത്യാവശ്യം പൊട്ടലും ചീറ്റലും ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് ഒരു നല്ലൊരു ഗെയിം പ്രകടനം അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ലെവലിലേക്ക് എത്തിയിട്ടില്ല ബാക്കിയുള്ളവരാരും. അതിൽ ബിഗ് ബോസ് ലെവലിൽ കളിച്ചിട്ടുള്ളത് ഡോക്ടർ, ഡെയ്സി, ജാസ്മിൻ, ഈ 3 പേര് തന്നെയാണ് ഈ ആഴ്ചയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ബാക്കിയുള്ളവരൊന്നും കുട്ടി അഖിൽ, സൂരജ്, അശ്വിൻ, ശാലിനി, ദിൽഷ, സുചിത്രയൊക്കെ ഒരു ന്യൂട്രൽ, ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സുചിത്രയിൽ നിന്നൊക്കെ കുറേ പ്രതീക്ഷിക്കുന്നുണ്ട്. ധന്യ, ഇവരൊക്കെ ഒരു ന്യൂട്രൽ ബേസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ആളുകളിൽ ആരൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. അതിനുവേണ്ടി പൊട്ടിത്തെറിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ബിഗ് ബോസ് എന്ന് നമ്മൾ വിചാരിക്കുക. അതിനുവേണ്ടി മാത്രം ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വേദിയാണ് ബിഗ് ബോസ്. വരുന്ന ആളുകളിൽ കൂടുതൽ വിശേഷങ്ങളായി കാണാം. ദിസ് ഇസ് RJ കിരൺ കുമാർ signing off from Mediagram. Bye.